ഹായ് അമ്മ. ഹായ് എല്ലാവർക്കും അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യമുണ്ട്. രാവിലത്തെ സമയങ്ങളൊക്കെ നമ്മുടെ തെറ്റിപ്പോവാണല്ലോ അമ്മ. കാരണം ഈ പെരുമഴയത്ത് പാവം കടന്ന് എത്തിരി നേരം കൂടി കിടക്കുക നമുക്കൊരു തോന്നലത് അമ്മയ്ക്ക് മാത്രമല്ല, ഈ മഴക്കാലത്ത് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഒരു തോന്നലാണ്. പിന്നെ ഈ രാവിലത്തെ വീഡിയോ ഒക്കെ പിടിച്ച് വരിക പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സമയമൊക്കെ അങ്ങോട്ട് തെറ്റിപ്പോവാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് മാത്രം ചില പാചക വീഡിയോകളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ തന്നെ ഏതോ ഒരു സമയത്താണ് ഇപ്പോൾ ചെയ്യണതെന്ന് പറയാം അല്ലേ. ചില സമയത്ത് ഇവരുണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എടുക്കാന്ന് തോന്നുന്ന മഴയൊക്കെ നിന്ന സമയത്ത് ഇവൻ പുറത്തു പോയിട്ടുണ്ടാവും, അപ്പൊ പിന്നെ സാധിക്കില്ല. വൈ ഇവന്റെ ആവശ്യം എന്താണ് അവിടെ? അല്ല, ഇവന്റെ ആവശ്യം എന്താണ്? അമ്മയ്ക്ക് സ്വയം ചെയ്യുക, അച്ഛനെ കൊണ്ട് ചെയ്യിക്കുക. സ്വയം പ്രാപ്തരല്ലാന്ന് ഒരിക്കലും പറയരുത്. അങ്ങനെയല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്യാത്തോണ്ടേ എന്ത് ചമ്മര? അയ്യേ വളരെ മോശം. നോക്കൂ, ജീവിതത്തിന്റെ മോട്ടിവേഷൻ എന്താന്ന് പറഞ്ഞു തരും, എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരും, സ്വന്തം അനുഭവ കഥയിൽ നിന്ന് മറ്റുള്ളവർക്ക് അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നറിയാം. പക്ഷെ ഒരു വീഡിയോന് സ്വന്തമായിട്ട് ഫോഴ്സ് കൊടുക്കാൻ പറ്റുക എന്നാണ് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പണ്ടത്തെ അതേ വീട്ടമ്മ, അതിലൊരു വ്യത്യാസം വന്നിട്ടില്ല. ഒരു വീഡിയോ, ഒരു യൂട്യൂബ് അത്ര തന്നെ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് അമ്മ വളർന്നിട്ടേ ഇല്ല. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ മറുപടിക്കനുസരിച്ച് അമ്മ ആവുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അങ്ങനെയൊന്നും ആവരുത്, നിങ്ങൾ ഒരുപാട് ധൈര്യം കാണിക്കണം എന്നൊക്കെ അമ്മ പറയില്ലേ. എന്തിനാ പേടിക്കണത്? ഞാൻ പറഞ്ഞുതരാം. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ സന്തോഷം ഇതൊക്കെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ തരണം ചെയ്യണമെന്ന് ഏതൊരു വീട്ടമ്മയ്ക്കും അറിയാം, ഏതൊരു സ്ത്രീക്കും അറിയാം. അതോ അതിന് വലിയ പഠിപ്പും വേണ്ട, അല്ലാണ്ട് ഒരുപാട് ഇതൊന്നും വേണ്ട, കുറച്ച് ജീവിത അനുഭവങ്ങൾ മതി. പക്ഷെ അതല്ലാണ്ട് ഈ വീഡിയോ പിടിക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ചെറുപ്പം തൊട്ട് അതൊന്നും ശീലിക്കാത്തതുകൊണ്ട് അതിൽ ചിലതുണ്ടാവും. അത് പഠിക്കാൻ പറ്റില്ല എന്നല്ല, വേണ്ട ഉള്ളപ്പോൾ പിടിക്കുക അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഒരു തോന്നലാണ്. അല്ലാണ്ട് എനിക്ക് സാധിക്കില്ല എന്നൊരു വാക്ക് അവിടെ ഇല്ല. മറ്റുള്ളവരെന്തെങ്കിലും പരിഹാരം ചോദിക്കുകയാണെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവനവൻ്റെ കാര്യത്തിൽ ഇത്തിരി പരിഹാരം വരുത്താൻ ഇത്തിരി എന്താ പറയുക, ഇഷ്ടമില്ലാത്ത പലഹാരം കഴിക്കും പോലെയാണ്. ആണോ? എന്നാൽ നമ്മുടെ ബുദ്ധി ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ. ഒരുപാട് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കാൻ ഞാൻ നമ്മുടെ ശത്രു മകനാണ് അമ്മ. അമ്മ ഞങ്ങളുടെ മക്കളെയൊക്കെ പൊന്നു മുത്ത് എന്നൊക്കെ അല്ലേ അമ്മ വിളിക്കുക? പിന്നെ എങ്ങനെ ഈ പൊന്നു മുത്ത് എന്നൊക്കെ ശത്രുക്കളെ വിളിക്കുക ആരെങ്കിലും? അമ്മയ്ക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അമ്മ പറയില്ല എന്ന് പറയണമെന്ന് അറിയോ? ഇപ്പോൾ നടികർ തിലകൻ ശിവാജി ഗണേശനോട് ആരെങ്കിലും പോയി ചോദിക്കുകയാണ്, നിങ്ങളാണോ ലോകത്തെ ഏറ്റവും വലിയ നടന്ന് ചോദിച്ചാൽ അയാൾ പറയും ഞാൻ ഇനി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഉറപ്പാണോ? അമിതാഭ് ബച്ചനോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ ഏറ്റവും മികച്ച നടൻ നിങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുമെന്ന് പറഞ്ഞാൽ ആൾ പറയും ഒരിക്കലും അങ്ങനെ പറയരുത്, ഞാൻ എങ്ങനെയോ ഒരു നടനായി എന്ന് മാത്രമേ പറയുള്ളൂ. നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. അതുപോലെ അമ്മയ്ക്ക് അറിയുമോ എന്ന് പറഞ്ഞാൽ അമ്മ പറയും എനിക്കൊന്നും അറിയില്ല എന്ന്. എന്നാൽ അമ്മയ്ക്ക് അറിയുമോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എല്ലാം അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല, അറിയാത്ത ചോദ്യങ്ങൾ നീ ചോദിക്കരുതെന്ന് പറഞ്ഞത് ആരറിയോ? ഞാനൊന്നുമല്ല, ഞാനൊരു സാധാരണ വ്യക്തിയാണെന്ന് ചിന്തയുള്ള വ്യക്തികളാണ്. അത് നല്ല സ്വഭാവമാണ്, അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവണം എപ്പോഴും. എല്ലാത്തിൻ്റെ സൊല്യൂഷനാണെന്ന് ഒരിക്കലും പറയരുത്, കാരണം നമുക്കും പല സൊല്യൂഷനുകൾ വേണ്ടി വരും. ഇപ്പം അമ്മയുടെ അനുഭവം കൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് കുറേ ആൾക്കാർ അമ്മനെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, മെസ്സേജുകൾ അയക്കുന്നുണ്ട്, അവരുടെ പാട്ടുകൾ അയക്കുന്നുണ്ട്, കവിതകൾ എഴുതി അയക്കുന്നുണ്ട്. കവിതകൾ എഴുതി അയക്കണ ഏതൊരു സുഹൃത്തിനെ പറ്റി അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സുഹൃത്തല്ല, കുടുംബത്തെ പറ്റി. വളരെ നന്നായിട്ട് എഴുതുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഹൃദയസ്പർശമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തരുടെ കഴിവുകൾ അമ്മേനെ അവർ അറിയിക്കുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് ചില കാര്യങ്ങൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എന്തോ വലിയൊരു മോട്ടിവേറ്ററാണെന്നോ ഞാൻ എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നൊരു തോന്നലൊന്നുമല്ല. ഞാനൊരു കുടുംബമാണ്. എൻ്റെ സഹോദരിമാർ, എൻ്റെ ചേച്ചിമാർ, എൻ്റെ മക്കൾ, അവരെന്നെ വിളിക്കുന്നു, എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. തെറ്റുകളുണ്ടാവാം, അവർക്കറിയാവുന്ന ഞാനിങ്ങോട്ട് ഏറ്റെടുക്കുന്നു, ഞാനത് സ്വീകരിക്കുന്നു. അതല്ലേ അതിൻ്റെ ശരി. പക്ഷേ ചില സമയത്തെ ഞാനിങ്ങനെ ഫോണിലവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ അവരുടെ അനുഭവങ്ങളും കഥകളും അവരുടെ കുടുംബത്തിൻ്റെ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ.
അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതൊക്കെ കേട്ടിട്ട് അയ്യോ അത് അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കേണ്ടത് നിങ്ങളെന്നൊക്കെ ഞാൻ അവരോട് പറയുമ്പോഴേ ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണവർ എന്നെ കണ്ടിട്ട് അച്ഛനും മകനും മുഖം നോക്കിയിട്ടൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. എന്താ അറിയോ, ഓ എൻ്റെ അമ്മ എന്താ വലിയ ബുദ്ധിശാലി. പിന്നെ ഫോണൊക്കെ വെച്ചതിന് ശേഷം ഇവർ പറയും ഓ വലിയ ബുദ്ധിശാലി എന്ന് വിചാരം, എന്താ ബുദ്ധി പറഞ്ഞു കൊടുക്കരുതെന്ന് പറയും. അല്ല അമ്മ ഒരു കണക്കിന് അവരുടെ അനുഭവങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ അവർക്ക് അതിന് അങ്ങനെയല്ല അതിങ്ങനെ ആയിരിക്കും എന്ന് പറയണ്ടേ. പിന്നെ അല്ല ചില കാര്യങ്ങളിൽ അമ്മ അത്രയും ബുദ്ധിശാലിയാണ്, ഐശ്വര്യമാണെന്ന് എനിക്ക് പറയാൻ കിട്ടും. കാരണം എന്താ അറിയോ, ജീവിതത്തിലെ വൻ തകർച്ചകളിൽ ഒരിക്കലും തകർന്നിട്ടില്ല, ജീവിതങ്ങളിൽ ഒരുപാട് സന്തോഷങ്ങളിൽ ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല. ഇത് രണ്ടും ചെയ്യാത്ത ഏത് വ്യക്തികളാണെങ്കിലും ഭൂമിയിൽ ആരാണെങ്കിലും ഏത് സ്ഥാനം വഹിക്കുന്ന വ്യക്തികളാണെങ്കിലും അവരൊക്കെ ബഹുമാനത്തിന് അർഹതപ്പെട്ടവരാണ്. മനസ്സിലായില്ലേ? ഇതുവരെ ഭർത്താവിനോടും മക്കളോടും ഇന്നത് വേണം നിങ്ങൾ പറഞ്ഞിട്ടില്ല, അവർ അറിഞ്ഞു തന്നാൽ മാത്രമേ നിങ്ങൾ മേടിച്ചിട്ടുള്ളൂ. എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് ഒരു കാരണവശാൽ ഈ നിമിഷം വരെ എൻ്റെ അമ്മയാണ് സത്യം, എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല. ഇതൊരു ലോക സത്യമാണ്. കാരണം വെറുതെ അമ്മേനെ പുകഴ്ത്തി പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ഈ അടുത്തൊക്കെ കുറേ ഇടങ്ങളിലൊക്കെ കണ്ടു, ചില പൈസക്കാരൻ്റെ വീട്ടിൽ, പുത്തൻ പൈസക്കാരൻ്റെ വീട്ടിലൊക്കെ അവർ ആരെങ്കിലും വിരുന്നുകാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനൊക്കെ ആൾക്കാർ വരുന്ന സമയത്ത് 4 ആൾക്കാരെ ചുമ്മാ അവിടെ ഇരുത്തിയിട്ടുണ്ടാവും, വെൽ ഡ്രസ്ഡായിട്ട്. അവൻ്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ആ 4 ആൾക്കാരും ഈ വ്യക്തിനെ ഇങ്ങനെ പുകഴ്ത്തി ഇങ്ങനെ പറയുകയാണ്. പോകുമ്പോൾ അവർക്ക് കൈക്കൂലി കൊടുത്തിട്ടായിരിക്കും. ഇത് പറഞ്ഞതിന് നന്ദി, ഇത് കേട്ടതിന് എൻ്റെ ബിസിനസ് നടന്നു, ഇതാണ് അവൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതൊന്നും ചെയ്യണത് നമുക്ക് എന്താ പറഞ്ഞാൽ ജീവിതം ജീവിക്കണം, അഭിനയിക്കരുത് അല്ലേ? അപ്പോൾ ഞാനിന്ന് അമ്മേനോട് ചോദിക്കണത്, എന്നും കുടുംബ ബന്ധങ്ങളെ പറ്റിയാണ് കൂടുതൽ നമ്മൾ സംസാരിക്കുക. എന്താണ് കുടുംബം? പൊതുവെ എന്താ അറിയോ, ഒരുപാട് ആൾക്കാർ വിളിക്കുമ്പോഴൊക്കെ അവരുടെ കുടുംബ പ്രശ്നം തന്നെയാണ് അവർ പറയുന്നത്. അതെ, അതുകൊണ്ട് ഞാൻ അമ്മേനോടൊരു ചോദ്യം ചോദിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന്. ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ചൈനക്കാരി അല്ല അമ്മയ്ക്കൊരു ആവശ്യമില്ലാത്ത പറയുന്നത് അമ്മ ഇവന്റെ അച്ഛനെ എന്നെ ചൈനക്കാരി എന്നൊക്കെ വിളിക്കും. എന്താ അറിയോ, ഞാൻ ഈ രാത്രിയായ എന്തായോ മുടിയൊക്കെ മേലൊക്കെ കഴുകി വന്നു കഴിഞ്ഞാൽ ഈ മുടിയൊക്കെ ഒതുക്കിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കെട്ടി വെക്കും. എന്താ പറയുക, രാത്രി നമ്മൾക്ക് ഈ മുടിയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ വീങ്ങി കിടക്കുമ്പോൾ ഒരു എന്തോ ഒരു അസ്വസ്ഥതയാണ്. അപ്പൊ മുടി ഇങ്ങനെ എല്ലാം കൂടി ഒതുക്കിയിട്ട് ഈ നെറുകളിൽ അല്ല അത്രത്തോളം ഒതുക്കാറൊന്നും ഇല്ല, ഒരു മീഡിയം മുടി അത് ഒതുക്കിയത് അവിടെ വെക്കും. അല്ല ആൾക്കാർ കേട്ടാ വിചാരിക്കും മുടി ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഇതായി കിടക്കുകയാണെന്ന്. അത്ര മുടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്റെ മുടി ഞാൻ ഇങ്ങനെ എല്ലാം ഒതുക്കി ചീന്തിയിട്ട് മേപ്പിട്ട് ചീന്തി ഇവിടെ കെട്ടി വെച്ചു. ചപ്പാത്തിക്ക് മാവ് കുറച്ച പോലെ അവിടെ വെച്ചിട്ടുണ്ടാവും. ഇതറിയാം അച്ഛാ അതവിടെ ഒരു ചൈനക്കാരി വന്നിരിക്കണു. അല്ല അച്ഛനാണത് പറഞ്ഞ ചൈനക്കാരി. ഞാൻ പറഞ്ഞു അത് ചൈനക്കാരി എന്നൊന്നും പറയരുത്. കാരണം ഇങ്ങനെ ഒരു കൊണ്ടയും കെട്ടിയിട്ട് കുറേ തടിയന്മാർ വരും, അവൻ്റെ പേരാണ് ജപ്പാനീസ് ബ്രസീലിയൻ ചെയ്യുന്ന വ്യക്തികളാണ്. അവർ ചൈന എന്ന് വിളിക്കരുത്, രാജ്യം നമ്മൾ വ്യത്യാസം വിളിക്കരുത്. ഞാൻ അമ്മേനെ സപ്പോർട്ട് ചെയ്തു, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതം ഒരു വഞ്ചിനെ കമ്പയർ ചെയ്യുക. ആരെ? വഞ്ചകനെ അല്ല, വഞ്ചകീനെ അല്ല. അമ്മ ഉദ്ദേശിക്കുന്ന വഞ്ചകിയല്ല, വഞ്ചി തോണി. അപ്പോൾ ഒരു വഞ്ചിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഈ വഞ്ചി കടലിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് ജീവനുണ്ടെന്ന് കരുതുക. അത് കടലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ മഹാസാഗരത്തെ കണ്ട് എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ? അത് ആ വഞ്ചി പേടിച്ചു കഴിഞ്ഞാൽ ആ വഞ്ചി ഒരു ലെവലേശം അങ്ങോട്ട് മുന്നോട്ട് പോവില്ല. അതുപോലെ തന്നെ ഒരുപാട് പേരിൻ്റെ ഭാരം അത് ചുമക്കാറുണ്ട്. എന്നിട്ട് എപ്പോഴെങ്കിലും എനിക്ക് തളർച്ചയായി എന്നത് പറഞ്ഞിട്ടുണ്ടോ? എന്നാണ് ഈ വഞ്ചിയുടെ തോൽവി അറിയോ? ഈ വഞ്ചിക്ക് തോൽവി സംഭവിക്കേണ്ടത് ഈ ചളി വന്ന് അടയുമ്പോഴാണ്. ഈ ചേറ് വന്ന് അതിനുള്ളിൽ വന്ന് അടിഞ്ഞ് മെല്ലെ ഒരു പൊള്ള ഉണ്ടാവും, എന്താ പറയുക, ഓട്ടയൊക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോഴാണ് വഞ്ചി ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞത്, ഒരു മനുഷ്യൻ, ഈ ലോകം ഒരു കടൽ പോലെയാണ്. അതെങ്ങനെയാണ് എപ്പോൾ ഏത് രീതിയിൽ നമ്മളോട് തിരിച്ച് പ്രതികരിക്കുന്നു നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയുക, പ്രാന്ത് പിടിച്ച് ഈ ലോകത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഓടിക്കൊണ്ടുണ്ടാവും. അത്രയും വലിയൊരു ലോകത്തിൽ ചെറിയൊരു മനുഷ്യർ നമ്മൾ ജീവിച്ചുകൊണ്ടുണ്ടാവും. അതുപോലെ നമ്മുടെ കുടുംബ ഭാരങ്ങൾ, അതിലെ സങ്കടങ്ങൾ, അതിലെ വ്യക്തികളൊക്കെ ഒരുമിച്ച് കൂട്ടി ആ ഭാരത്തെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടേ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ച ചളി എങ്ങനെയാണോ കുറേ ചളികൾ പറ്റുമ്പോൾ ഒരു വഞ്ചി ഓട്ടയാവണത്, കുറേ കാലം ആ ചളി അങ്ങനെ പറ്റിയിരുന്ന് ആ വഞ്ചിക്ക് ഓട്ട സംഭവിക്കുമ്പോഴാണ് വഞ്ചി മുങ്ങിപ്പോണത്. ഈ ചളി എന്ന് ഉദ്ദേശിക്കുന്നത് നല്ലൊരു കുടുംബം, നല്ല രീതിയിൽ ആരെ കൊണ്ടും പിരിക്കാൻ പറ്റാണ്ട്. കുറേ ആൾക്കാർ പറയും കുടുംബം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വേണം, ഈ കുടുംബത്തെ കണ്ട് അസൂയപ്പെടണം, ഈ മക്കളെ വളർത്തിയ അമ്മയ്ക്ക് സല്യൂട്ട് അടിക്കണം, ഇതുപോലത്തെ മക്കളുടെ പേരിൻ്റെ ഒപ്പം അച്ഛൻ്റെ പേര് എഴുതാൻ കഴിഞ്ഞ അച്ഛന് ഒരു ബഹുമാനം കൊടുക്കണം എന്നൊക്കെ തോന്നി എത്രയോ കുടുംബങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം തല്ലിപ്പിരിഞ്ഞ് ഇത്രയും വൃത്തികെട്ട കുടുംബത്തിനെ ഈ ലോകത്ത് കണ്ടിട്ടില്ല. ഇങ്ങനത്തെ പഹയന്മാരാവരുതെന്ന് പറയുന്ന രീതിയിൽ നാളെ മാറുന്നത് എന്തിനും കൊണ്ടാണെന്ന് പറഞ്ഞാൽ
നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഉത്തരം ഞാൻ തന്നെ പറഞ്ഞ പോലെ ആവില്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യമുള്ള ഈ വഞ്ചി നമ്മുടെയൊക്കെ ജീവിതം ഒരു വഞ്ചിയായിട്ട് കരുതുക? ഇത്രയും ഭയാനകമായ കടൽ അത് ഈ ലോകം. കാരണം എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. 4 വയസ്സായ കുട്ടി മുതൽ 90 വയസ്സായ തള്ള മുതൽ എന്തിന് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന പിച്ചക്കാരൻ മുതലും ഒരു സുരക്ഷിതവും ഇവിടെ ഇല്ല. ഒരു സെക്യൂരിറ്റി ഇല്ല, ഒരു സെക്യൂരിറ്റി ഫീലേ ഇല്ല. ആർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കുക, ബോധമില്ലാത്ത ഈ ലോകം. കാരണം ഇന്ന് മനുഷ്യന് ബോധമില്ല എന്നുള്ളതാണ് സത്യം. ഏത് രീതിയിലാണ് മനുഷ്യൻ്റെ മൈൻഡ് ഉണ്ടാവുമെന്ന് ഒരിക്കലും മുഖം കണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഈ ചോദ്യത്തിന് വലിയൊരു പ്രാധാന്യമുണ്ടെങ്കിൽ എന്താണ് വഞ്ചി? ലോകം കടൽ, വഞ്ചി നമ്മുടെ ജീവിതം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കയറുന്ന ഭാരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ എന്ന് കരുത ചില വ്യക്തികൾ. എന്താണ് ഈ ചേറ്? ചേർന്ന് പറഞ്ഞാലേ അത് ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്തറിയോ, ഇപ്പോൾ നമ്മുടെ ഈ കുടുംബം വഞ്ചിയിൽ നമ്മുടെ കുടുംബം ഉണ്ടല്ലോ. അപ്പോൾ അതിന് വന്നറിയുന്ന ചേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ചിലർ ഈ സന്തോഷം, സമാധാനം, ഈ ജീവിതമൊക്കെ കണ്ടിട്ട് അസൂയ ഉണ്ടാവും. അയ്യോ, അവരുടെ ജീവിതം ഇത്ര സന്തോഷമായിട്ടാണല്ലോ പോണത്, അവരെന്തുമാത്രം സന്തോഷത്തിലാണ്, കഷ്ടമാണെങ്കിലും സുഖമാണെങ്കിലും ഏത് സമയത്തും അവരില്ല ഒത്തൊരുമ, സന്തോഷം, ഇതൊക്കെ ഉണ്ടല്ലോ. നമുക്ക് എന്തുണ്ടായിട്ടെന്താ, കുറേ കാശുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ട് നമുക്കൊരു സമാധാനമില്ല. അപ്പോൾ അവരുടെ ഈ സന്തുഷ്ടമായ കുടുംബത്തെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ഒരു തുള്ളി വിഷം ആ കുടുംബത്തിലേക്ക് ഒരു പിടി ചേറ് കൊണ്ടെറിയുക. ചേറ് കൊണ്ടെറിയുക. അത് എറിയുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ള ചില ആളുകൾ. അതാണ് ഈ ചേറ് എന്ന് പറയുന്നത്. ആണോ? എങ്ങനെ ഒരു വഞ്ചി പിന്നെയും ചേരതിൽ വന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞ വഞ്ചി ഒന്നിനും കൊള്ളാണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ പൊള്ളയായി പോവോ, അതുപോലെ തന്നെ ഈ എറിയുന്ന ചേറുകൾ മുഴുവനും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എന്നുള്ള വഞ്ചി, നമ്മുടെ ജീവിതം എന്നുള്ള സത്യം, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഓട്ട സംഭവിക്കും. അതോട് കൂടിയിട്ട് ആ കുടുംബം ചിന്നാപിന്നായി പോകും. എന്താ വഴി? ആ ചേറിനെ എടുത്ത് കളയുക, എടുത്ത് കളയണം. അല്ലാണ്ട് കുറേ ദിവസം അതവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ അവിടെ ആ ചേറ് ഇരുന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അവിടെ ഓട്ട വീഴുക, പിന്നെ വെള്ളം കിട്ടുക, അങ്ങനെ പലതും സംഭവിച്ച് വഞ്ചി നശിക്കും. അപ്പം കുറേശ്ശെ ഉണ്ടാവില്ലേ, ആ സമയത്ത് അത് വൃത്തിയാക്കി കൊണ്ടുണ്ടാവണം. വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എടുത്ത് കളയണം, കഴുകി കളയണം. അതിൽ പൊള്ള വരാണ്ടിരിക്കാൻ സംഭവിക്കണം. ഇപ്പം അമ്മ നല്ല പോലെ ഡ്രസ്സ് ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്. പെട്ടെന്ന് ഒരു ചേറിൽ ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കാല് കഴുകും. നമ്മുടെ കുടുംബം, നമ്മുടെ ഓരോ വ്യക്തികളും എന്താണെന്ന് നമുക്കറിയാം. ഭാര്യ എന്താണെന്ന് ഭർത്താവിനറിയാം, ഭർത്താവ് എന്താണെന്ന് ഭാര്യയ്ക്കറിയാം, അച്ഛൻ എന്താണെന്ന് അമ്മയ്ക്കറിയാം, അമ്മ എന്താണെന്ന് അച്ഛനറിയാം, മക്കൾ തമ്മിലുള്ള സഹോദര ബന്ധങ്ങൾ അവർക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴാണോ മൂന്നാമത്തെ ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നത്, അല്ലെങ്കിൽ വലിഞ്ഞു കയറി വരുന്ന വ്യക്തികളെ നമ്മൾ സ്വീകരിക്കുന്നത്, അവർ പറയുന്ന വാക്കുകൾ എല്ലാവരും സ്വീകരിക്കാൻ പാടില്ല എന്നല്ല പറയണത്. കുടുംബം പിരിക്കാൻ വേണ്ടി നിൽക്കുന്ന ചില വ്യക്തികളെ സ്വീകരിക്കരുത്. ഈ ചേറുകൾ ആദ്യം നിങ്ങളെ ഓട്ടപ്പെടുത്തും. പിന്നെ ഈ സമൂഹം മൊത്തം നിങ്ങൾ ഏത് കടലെ നിങ്ങൾ പേടിക്കേണ്ടി നടന്നോ, ഏത് ഭാരം നിങ്ങൾ താങ്ങാൻ ഒരു ഭയമില്ലാണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, ഇതിനൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയായിരിക്കും. മനോധൈര്യം തന്നെ ചോർന്നു പോകും. കാരണം നമ്മുടെയൊക്കെ ശക്തി എന്താണെന്നറിയോ? ഒത്തൊരുമയാണ്. ഒത്തൊരുമേനെക്കാട്ടിലും വലിയൊരു ശക്തിയില്ല. അതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിലൊരു ഈഗോ ഉണ്ട്. നീയാണോ വലുത്, ഞാനാണോ വലുത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്തിനെ മുഴുവൻ ജയിക്കാൻ വേണ്ടി ജനിച്ചവരെന്നൊരു ചിന്തയുണ്ട്. നമ്മൾ ജയിക്കാൻ വേണ്ടി ജനിച്ച ചില മനസ്സുകളെയാണ്. നമ്മളൊക്കെ ഈ ജീവിതം വിട്ട് പോകുമ്പോൾ ആരുടെയൊക്കെ മനസ്സിൽ ചെറിയൊരു ഇടം നമുക്കില്ലെങ്കിൽ നമ്മൾ ജീവിച്ച് പോകുമ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നമ്മൾ പറയില്ലേ, ഈ മാർക്കറ്റിലൊക്കെ തൂക്കി വെച്ച ആട്ടിറച്ചി കണ്ടാൽ തോന്നില്ലേ, അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ഡെഡ് ബോഡിക്ക് വില, അല്ലേ? അവൻ്റെ ഓർമ്മകൾ മാത്രമാണ് അവനെ വലുതാക്കുന്നത്, അല്ലേ? ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ എത്രയൊക്കെ വലിയ വലിയ പേരിൽ പൊന്നു, ചക്കര, മാനേ, തേര് എന്നൊക്കെ വിളിക്കുന്ന എത്ര വലിയ ബന്ധമാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി എപ്പോൾ വരുന്നല്ലേ ചോദിക്കുള്ളൂ. അല്ലാണ്ട് അയാളിനെ വേറെ പ്രത്യേകിച്ചൊരു പേര് വെച്ച് ബഹുമാനത്തോടെ ആരും വിളിക്കില്ലല്ലോ. അത് പ്രൊഫസറായാലും പിച്ചക്കാരനായാലും ശരീരത്തിൻ്റെ ശരീരം എന്നല്ലേ വിളിക്കുള്ളൂ. അത് മാത്രം മനുഷ്യരെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അമ്മ ഒരു അനുഭവ കഥ ഈ അടുത്തുണ്ടായത് പറയാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. അത് വേറെ ഒന്നുമല്ല, എൻ്റെ ഈ കുടുംബാംഗങ്ങളില്ലേ ഫോൺ ചെയ്യുന്നു പലരും, അതിലൊരാൾ പറഞ്ഞാണ് കേട്ടോ. അവര് മറ്റുള്ളവർക്ക് കുറച്ച് ഒരു എന്താ പറയുക, പണം സംഭവിച്ച് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവർക്ക് കുറച്ച് കഴിവില്ല. ഇത്ര സൗണ്ടിൽ പറയണം. മഴ വന്നു. മഴ വന്നാൽ നോക്കിട്ടാണ് വീഡിയോ വിളിക്കുന്നത്. എനിക്ക് തൊണ്ടയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അവരെന്താണെങ്കിലോ അവരുടെ കുടുംബത്തിൽ ഇവരാണ് കുറച്ച് എല്ലാം കൊണ്ടും കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. മറ്റുള്ളവരൊക്കെ കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നിലാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തറിയോ, പഠിക്കുന്ന കുട്ടികളുണ്ടാവും കുടുംബത്തിൽ. സ്വന്തമാണ് കേട്ടോ, നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിയുമ്പോൾ ആ കുടുംബം മനസ്സിലാക്കണം. അത് ഞാൻ അത്രയ്ക്കൊന്നും പറയുന്നില്ല, പേരും കാര്യങ്ങളും ചെറുതായിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അവരെന്ത് ചെയ്തു, അവരുടെ ആ കുടുംബത്തിൽ സഹായിച്ചു. പഠിക്കാൻ മിടുക്കരായ അവരാണ്. അപ്പൊ ഇവർക്ക് 2 മക്കളാണല്ലോ. അപ്പൊ ഇവർക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറ്റിയിട്ടില്ല.
രണ്ട് മക്കളല്ലേ, അവർക്കുള്ള സാമ്പത്തികമൊക്കെ ഉണ്ട്. അപ്പം മറ്റുള്ളവരുടെ അവർ പഠിക്കാൻ വിളിക്കാനാകുമ്പോൾ നമ്മുടെ മക്കളെ പോലെ അവരും വളർന്നോട്ടെ എന്നുള്ളത് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 1000 2000 ഒന്നുമല്ല, 1000 2000 10,000 സഹായിച്ചിട്ട് എന്താ പറയുക ലക്ഷങ്ങളുണ്ട്. ഒരു ഡോക്ടറാവുമ്പോൾ എഞ്ചിനീയർ ആവുന്നുള്ളവർക്കൊക്കെ അതിനെ പഠിപ്പിക്കാനുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്തു. അവർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഉയരങ്ങളിൽ എത്തി. പ്രദേശത്ത് എവിടെയൊക്കെയാണ്, അമേരിക്കയിലോ അവിടെ അങ്ങനെയൊക്കെയാണ് അവർ ജോലി. അപ്പോൾ അവർക്ക് നല്ല ശമ്പളവും എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ സാമ്പത്തികമായിട്ട് ഇപ്പോഴും ഉയർന്നിട്ട് തന്നെയാണ്. പിന്നെ ഇവരുടെ കുടുംബത്തിൽ ഭയങ്കര പക്ഷെ എന്നാലും ഇവരെക്കാളും ഒരുപാട് ഉയരങ്ങളിലാണ് അവരിപ്പോൾ സഹായം മേടിച്ചവർ. ഉയരങ്ങളെന്ന് പറഞ്ഞാൽ ഇവർക്ക് സരിസമമായിട്ടാണ് വരുന്നത്. അങ്ങനെയും പറയാം. ഇവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സാമ്പത്തികമുള്ളവരാണ്. അപ്പോൾ അവരും അതുപോലെ തന്നെയാണ്. എന്നാലും അവരുടെ കുടുംബത്തിൽ ഇവരുടെ കുടുംബത്തിലുള്ള സന്തോഷം, അതായത് അവർ കല്യാണം കഴിച്ചു, അവിടെ പിരിയുക, ചിലരെ ഡൈവോഴ്സ് ആവുക, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ കുടുംബത്തിൽ ആ ഒരു സന്തോഷമല്ല. അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ നല്ല സ്നേഹത്തോടെ ജീവിക്കുന്ന പറയുമ്പോൾ ഇവർ കൊല്ലം 2 പ്രാവശ്യം ടൂർ പോകും, അങ്ങനെ പല കാര്യങ്ങളും ഇവരുടെ വീട്ടിലാണെങ്കിൽ സന്തോഷം ഏത് നേരത്തും. അപ്പോൾ ഇവർക്ക് മറ്റ് അടുത്തുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഈ പഠിച്ച് വലുതാക്കി അവരില്ലേ, അവർ വലിയ ചിന്ത സ്വഭാവമുള്ളതൊന്നല്ല. പക്ഷെ ഈ ചുറ്റുമുള്ളവരുണ്ടല്ലോ ഈ സന്തോഷം കാണുമ്പോൾ അവർക്കൊരു പൊതുവേ അവർക്കുണ്ട്. ഞങ്ങൾക്ക് ഇത്ര നന്നായാലും ഇവരുടെ പുറത്ത് ഒരു സന്തോഷം നമുക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു മനസ്സിൽ തോന്നൽ അവർക്കുണ്ട്. ആ സമയത്ത് ഈ ചുറ്റുമുള്ള ചിലപ്പോൾ അകന്ന ബന്ധുക്കളുണ്ട്, അവർ വിഷം കുത്തിവെച്ചു എന്തായാലും ഇപ്പോൾ തീരാത്ത പകയാണ്. വെറുതെ ആവശ്യമില്ലാത്ത പക, ആവശ്യമില്ലാതെ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു. ഇവരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഈ ഉപകാരം ചെയ്തത് പോലും പറഞ്ഞിട്ട് വളരെ ശത്രുതയാണ്, പകയോടുകൂടി ജീവിക്കുക. രീതിയിലുള്ള ശത്രുതയാണ്. അങ്ങനെ അവർ ജീവിക്കുകയാണ്. അപ്പോൾ അവർക്കത് വല്ലാത്ത വിഷമം. ഇത്രയൊക്കെ ഉപകാരം അപ്പോൾ യഥാർത്ഥത്തിലൊരു ചേര് വന്ന് അവരുടെ ജീവിതത്തിൽ വന്ന് പതിഞ്ഞത് അവർ അറിഞ്ഞില്ല. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇത് അവരുടെ തെറ്റുമല്ല, ഇവരുടെ തെറ്റുമല്ല. ഈ ചേര് എന്ന് പറയുന്ന ഈ ആൾക്കാരില്ല, അവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതവർ ചെയ്തെങ്കിൽ അതിനെ വരവേറ്റതാരാണ്? ആ ചേറിനെ നീ പറഞ്ഞ എടുത്ത് കളയുന്നത്. അവർ ഇത്രത്തോളം നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച് നമ്മുടെ ഈ ഉയരങ്ങളിൽ എത്താൻ കാരണം അവരാണല്ലോ. അപ്പോൾ അവരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് കേൾക്കുന്നതിനുള്ള വിചാരം അവർക്ക് ഉണ്ടായില്ലല്ലോ. അതല്ലേ തെറ്റ്. അപ്പോൾ അതാണ് ജീവിതം. ഈ സത്യമാണ്. ഈ ചുറ്റുള്ള ചിലരാണ് എല്ലാ സത്യങ്ങളിലും ഉണ്ടാകുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ളവരെ നമ്മൾ അടുപ്പിക്കരുത്. സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടേന്ന് നമ്മൾ കരുതിയ, നമ്മൾ ഒരു പ്രാവശ്യം ബഹുമാനിച്ച, ഒരു വട്ടം നമ്മുടെ ഹൃദയത്തിൽ ഇവർ നമ്മുടെയാണെന്ന് തീരുമാനിച്ച വ്യക്തികളെ പുറമേന്ന് എത്ര വലിയ ആൾക്കാരാണെങ്കിലും എത്രത്തോളം നമ്മുടെ മനസ്സിനെ മയക്കാൻ വന്നാലും നമ്മൾ മയങ്ങിപ്പോരുത്, വിട്ടുകൊടുക്കരുത്. ഇതന്നെയാണ് യഥാർത്ഥ ബന്ധം, ഇതന്നെയാണ് യഥാർത്ഥ ശക്തി. നമ്മളൊക്കെ വഴി കൂടെ നടന്നു പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെരുപ്പിൻ്റെ താഴെയാണ് ചേറിൻ്റെ സ്ഥാനം. അപ്പോൾ ആ ചെരുപ്പിൽ ചേറായാൽ പോലും ആ ചെരുപ്പിനെ നമ്മൾ കഴുകിക്കളയുന്ന പോലെ ഇങ്ങനത്തെ വ്യക്തികളെ അവർ പോലും അറിയാതെ കഴുകിക്കളയണം. രണ്ട് ബന്ധുക്കളുടെ ഇടയിൽ, രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഒക്കെ വിഷം ചീറ്റുന്ന ഇതുപോലെയുള്ള വിഷപ്പാമ്പുകളെ അകത്ത് നിർത്തുക. കാരണം നശിച്ചു പോയാൽ നിങ്ങളുടെ മാത്രം പോയി, വേറെ ആർക്കും ഒന്നും സംഭവിക്കാനില്ല. അതുപോലെ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തികൾ ഒരിക്കലും മാറില്ല. മാറിയിട്ടുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. ചെറിയ കാരണം കൊണ്ട് മാറാനുള്ളതല്ല സ്നേഹം. ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ വിളിക്കുക, ഇങ്ങനെ ഒരു കാര്യം കേട്ടു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ശരിയാണോ തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന അവന് യഥാർത്ഥ മനുഷ്യൻ. അല്ലാണ്ട് നമ്മളെന്തോ വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ അഹങ്കാരത്തെ ഇങ്ങനെ മുറുകി പിടിച്ചിട്ടിരിക്കുന്നതല്ല ജീവിതം. തോന്നി ഇതൊരു തെറ്റിദ്ധാരണയാണോ അല്ലേന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ അകത്ത് നിർത്തൂ, പറ്റാത്തവരാണെങ്കിൽ. അല്ല, തെറ്റിദ്ധാരണ പകർത്താൻ ഒരുപാട് ആൾക്കാരാണോ? കാരണം 2 കുടുംബങ്ങൾ, 2 വ്യക്തികൾ, ഇന്ന് ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ പിരിയാൻ, മക്കളും അച്ഛനും അമ്മയും പിരിയാൻ, ഇതിനൊക്കെ കാരണം ഈ ചേറാണ്, ഈ ചളിയാണ്. ഈ ചളിയെ ചേരെ തിരിച്ചറിയണം. തിരിച്ചറിയാൻ എത്ര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ ആരും ചേറിൽ ചവിട്ടുന്നത്, അറിയാതെയാണ്. പക്ഷെ ഒന്നോർക്കണം, നമ്മുടെ ചെരുപ്പിൻ്റെ താഴെ അവിടെ മാത്രമേ അതിന് സ്ഥാനമുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ചേറിൻ്റെ സ്ഥാനം എന്നൊന്നും ഓർത്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് വരുമ്പോൾ കഴുകിക്കളഞ്ഞ് സന്തോഷമായിട്ട് അടിച്ചു പൊടിച്ച് ജീവിക്കണം. ഇതുപോലുള്ള ചേറുകളെ കൂട്ടരുത്. ആ വഞ്ചിയുടെ ആത്മവിശ്വാസം, എത്ര വലിയ കടലാണെങ്കിലും ഇത്രയെത്ര പോകുന്ന എനിക്കത് കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നുള്ള ധൈര്യം, അതുപോലെ എത്ര ഭാരമുണ്ടെങ്കിലും അതെൻ്റെ കടമയാണെന്നുള്ള ചിന്ത, അതൊരിക്കലും നമ്മൾ നിന്ന് വിട്ടുപോകരുത്, വിട്ട് പിരിയരുത്. അതാണ് മനുഷ്യബന്ധം. അപ്പോൾ കണ്ടില്ലേ, സ്വാമി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചില അനുഭവങ്ങൾ ചിലർ പറഞ്ഞതൊക്കെ പറഞ്ഞു. ഇങ്ങനെ ചിലർ പറയുന്ന ചില കഥകളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. അതൊക്കെ ഞാൻ പറയണം. എനിക്കെന്തറിയോ, മടിയാണ്. ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് അല്ലല്ല, ഒരു പേര് അവർ പറയാതെ നല്ല കാര്യങ്ങളാണ് അതൊക്കെ തന്നെ. ഒരു നമ്മൾ പറയുന്ന വിഷയം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട് എനിക്ക്. എന്താ പറഞ്ഞാൽ ഓരോരുത്തരുടെ
അനുഭവങ്ങളൊക്കെ അവർ പറഞ്ഞിട്ട് ആ ചേച്ചി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. വീഡിയോ എടുക്കാൻ ഒരുപാട് അല്ല, നമ്മൾ യഥാർത്ഥമായിട്ട് സംസാരിക്കേണ്ടത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അതൊരാളുടെ കഥയാണെങ്കിലും അവർ അനുഭവത്തോടു കൂടി അത് നമുക്ക് പറയാം. അല്ലെങ്കിൽ അവരുടെ പേരെടുക്കാണ്ട് നമുക്കത് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഞാനത് പറയണമെങ്കിൽ അവരോട് അനുവാദം ചോദിക്കട്ടെ, എന്നിട്ട് അവരുടെ അല്ല വേറൊരു രീതിയിൽ എനിക്കത് പറയാൻ അവതരിപ്പിക്കാൻ എനിക്ക് പറ്റുമെന്ന് ആദ്യം ഞാനൊന്ന് നോക്കട്ടെ. കാരണം എനിക്കത് അത്രയ്ക്കെങ്കിലും അറിയില്ല. ചില സമയത്ത് ഞാൻ അറിയാണ്ട് ഒരു പേര് വന്നു, അത് മോശമില്ലേ? വളരെ മോശമാവും. അപ്പൊ പിന്നെ ആ വീഡിയോ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ പറഞ്ഞാൽ അപ്പൊ എനിക്ക് അതും കൂടി ഞാൻ പഠിക്കാനുണ്ട്. അവർ കഥ പറഞ്ഞു, ഞാൻ അതേപോലെ അവർ പറയും. അപ്പോൾ അവരുടെ പേര് ചിലപ്പോൾ വരും, പിന്നെ അവരോട് ചോദിക്കും വേണ്ടേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിലരോട് അവരുടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ചില ചെറുപ്പത്തിലെ പ്രണയ കഥയൊക്കെ ഉണ്ട്, വലിയ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഇത്ര മതി. ഇനി നോക്കാം നമുക്ക്. ഓക്കെ, ബൈ.